ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. വെമ്പായം നസീർ, ഇത് നാണക്കേടാണ് CPM-ന്. മറ്റൊരു മുഖമില്ല പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാട്ടാൻ. അത് മാത്രമല്ല, പിണറായിയും ആഗ്രഹിച്ചു പ്രതിപക്ഷ നേതാവാകാൻ. തോറ്റ ക്യാപ്റ്റനെ തന്നെ വീണ്ടും ക്യാപ്റ്റനാക്കുന്നു എന്ന കാര്യം അണ്ണാവെ പറ്റി പറഞ്ഞ അങ്ങനെയല്ല. സത്യത്തില് 10 വർഷം ഭരണത്തലവനായിരുന്നു പിണറായി വിജയൻ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പരിതപ്രജ്ഞനായ ഒരു മുഖ്യമന്ത്രിയാണ്. 65-70 കൊല്ലത്തോളം CPIM പാർട്ടിയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത ഒരു അതുല്യനായ ഒരു നേതാവാണ് പിണറായി വിജയൻ. അതിച്ചിരി കൂടുതലല്ലേ? അദ്ദേഹം സഭയിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും അത് നല്ലതാണ്. കാരണം ഈ ഭരണപക്ഷ പാർട്ടിക്കാർ ഭരണപക്ഷത്തെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനും അത് അരുത് എന്ന് പറയുവാനും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. അങ്ങനെ പോലെ ചേട്ടൻ എന്തെങ്കിലും വാങ്ങണം. പക്ഷേ ദുർബലനായ പ്രതിപക്ഷ നേതാവിനെയാണ് ഇപ്പോൾ കേരളം കാണാൻ പോകുന്നത്. ദുർബലൻ എന്ന് ആരാണ് പറയുന്നത്? ദുർബലൻ എന്ന് ആരാണ് പറയുന്നത്? ആരും പറയുന്നില്ല. പിന്നെ പാർട്ടിക്ക് ഉള്ളിലും പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില മുറിവുറുപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലേ? എന്താന്നും മിണ്ടാത്തെ? അത് ജനാധിപത്യ ചില്ലറയല്ല, അത് വെറുതെ അല്ല. അത് മാത്രമല്ല, പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ വോട്ടെടുപ്പ് പോലും വേണ്ടി വന്നു. കമ്മിറ്റികൾ, കാരണം അദ്ദേഹത്തിന് 85 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവായി ശോഭിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സംശയമൊന്നുമില്ലല്ലേ? ഇദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാളല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷം മുൻ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ എന്തുകൊണ്ടും ബഹുമാന്യനായ VD സതീശൻ അവർക്ക് അനുയോജ്യനായ ഒരു പോരാളിയെ തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. പിന്നെ തന്റെ ടൈം ഉണ്ടായിട്ടും പോളിറ്റ് ബ്യൂറോയിൽ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന അഭിപ്രായം ഉണ്ടായിട്ടും കേരള ഘടകം അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മലയാളികൾ മനസ്സിലാക്കുന്നത്, VD സതീശനെ നേരിടാൻ ഒരർത്ഥത്തിലും അദ്ദേഹത്തിന് സാധിക്കില്ല. ദുർബലനായ ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ശ്രീത് പണിക്കർ, അത് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുക്കുന്നത് അത് ഉചിതമായ ഒരു കാര്യമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പോളിറ്റ് ബ്യൂറോയിൽ പോലും വോട്ടെടുപ്പ് വേണ്ടി വന്നു. ഇപ്പോൾ ഓരോ കമ്മിറ്റികളിൽ നിന്നും ഉയരുന്ന അപശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തോൽവിക്ക് ഉത്തരവാദി 2 പേരെന്ന രീതിയിലാണ്. കണ്ടെത്തുന്നില്ല. 2 പേരെന്ന രീതിയിലാണ് പിണറായി വിജയനും MV ഗോവിന്ദനും. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുതായിരുന്നു എന്ന രീതിയിലുള്ള എതിർ ശബ്ദങ്ങളാണ് വരുന്നതും ജില്ലാ കമ്മിറ്റികളിൽ നിന്നും മറ്റും. ഞാനതിൽ പ്രാഥമികമായി കരുതുന്നത് അദ്ദേഹം ആയിരുന്നില്ല, കുറച്ചുകൂടി ചെറുപ്പമായിട്ടുള്ള മറ്റൊരാളിനെ ഇത്തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി CPM നിയോഗിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട്. അത് പറയുന്നതിന് കാരണം ശ്രീ പിണറായി വിജയന്റെ 10 വർഷം നീണ്ടു നിന്നിരുന്ന നയങ്ങളും നിലപാടുകളും അദ്ദേഹത്തിന്റെ ശൈലിയും ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ കാര്യമായിട്ട് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഇപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, വീണ്ടും മാൻഡേറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, നമുക്കറിയാം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 6 റൗണ്ട് വരെ ലീഡ് പിടിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ആയിരുന്നില്ല മാൻഡേറ്റ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നുള്ള ഒരു ചുമതല ഏൽപ്പിക്കാനായിട്ട് ജനം ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. കാരണം അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇപ്പോഴും ജനങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം ഇത്തവണയും ആൾക്കാർ നൽകുമായിരുന്നു. അത് തന്നെയായിരുന്നു അവരുടെ പ്രതീക്ഷയും. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു പരാജയത്തിന് കാരണമായിരിക്കുന്ന 99 സീറ്റിൽ നിന്ന് കേവലം 35 സീറ്റിലേക്ക് പാർട്ടിയെ ഒതുക്കിയിരിക്കുന്ന 3-1 അതിന്റെ നിയമസഭയിലെ അംഗബലത്തിനെ കുറച്ചിരിക്കുന്നതിന് നേതൃത്വം നൽകിയിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് നാടൊട്ടുക്ക് അദ്ദേഹത്തിന്റെ മാത്രം ചിത്രം കൊണ്ട് വലിയ ഹോർഡിങ്ങുകൾ തീർത്ത് ഒരു തുടർ ഭരണത്തിന് വേണ്ടി അഭ്യർത്ഥന നടത്തിയിരുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ ഇനി ആ നേതൃസ്ഥാനത്ത് തുടരുക എന്ന് പറയുന്നത് ജനം ആഗ്രഹിക്കുന്നതല്ല. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഒരുപക്ഷെ CPM-ൽ തന്നെ ആൾക്കാർ പലരും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വരുന്ന
ചർച്ചകളുടെയും ന്യൂസ് പക്ഷെ റിപ്പോർട്ടുകളുടെയും വേറെ ആര് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. വേറെ വേണമെങ്കിൽ നമുക്ക് പറയാം ശ്രീ കെ എൻ ബാലഗോപാൽ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീ ബാലഗോപാലിനെ അവർക്ക് തെരഞ്ഞെടുക്കാമായിരുന്നു. ശ്രീ പിണറായി വിജയന്റെയും ശ്രീ എം വി ഗോവിന്ദന്റെയും ശൈലിക്കെതിരെ ഉൾപ്പെടെ കടുത്ത വിമർശനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പലപ്പോഴും ശ്രീ എം വി ഗോവിന്ദനെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ആൾക്കാർ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനം പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നീ ഒരുത്തരാണ് വിശ്വകരെ കുഴപ്പമുണ്ടാക്കുന്നത്, ദ്രോഹി. പക്ഷെ പിണറായി വിജയൻ ആഗ്രഹിക്കുകയാണ് ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവായാൽ മതിയെന്ന്. അതായത് അധികാരം വിട്ടൊഴിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അധികാര മോഹം ഇപ്പോഴുമുണ്ട്, അല്ലെ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഇതിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യവും കിട്ടി. പ്രായത്തിന്റെ ആനുകൂല്യം ഉൾപ്പെടെ പല കാര്യങ്ങൾ കിട്ടി. 2 ടൈം മുഖ്യമന്ത്രി ആയിരുന്നയാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തവണ സ്വയം മാറി നിൽക്കാം, ഇനി പുതിയ ആൾക്കാർ വരട്ടെ എന്ന രീതിയിലത്തേക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കാം. കീഴടങ്ങലായിട്ട് ഫോർഫീറ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ടായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ വ്യക്തമാണെങ്കിൽ ഒരു ഭരണകർത്താവിനേക്കാൾ കുറച്ചുകൂടി ലീനിയന്റ് ആയിട്ട് കുറച്ചുകൂടി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സമീപനവും അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ശരീരഭാഷയും പ്രദർശിപ്പിക്കേണ്ടത് ആളാണ് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ആയി മാറുന്നതിന് ഒരു ടോട്ടൽ റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രീ പിണറായി വിജയന് സാധിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. നീ ആ വീട്ടിൽ കയറി കൂടെ പിന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവുമല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന, അദ്ദേഹത്തിന്റെ ശരീരഭാഷയുടെ ചരിത്രം അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലത്തേക്ക് വഴങ്ങി വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2031 ആകുമ്പോഴേക്കും ഇവിടെ പാർട്ടി ബാക്കി കാണുമോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെത്താനുള്ള സാധ്യതയുമുണ്ട്. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ശ്രീജിത്ത് പണിക്കരും അതുപോലെ ഷാക്കറും ഈ കബഡി നിരത്തി ജോൾസിന്റെ പണി തൽക്കാലം നിങ്ങൾ എടുക്കണ്ട. അത് 2026 LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഭരണം നഷ്ടമായി എന്ന് പറഞ്ഞ് ഈ പാർട്ടിയുടെ ചരമഗീതം നിങ്ങൾ ആരും കുറിക്കണ്ട. മനസ്സിലായില്ലേ? ഈ പാർട്ടി പൂർവാധിക ശക്തിയായി ഈ പാർട്ടി അടുത്ത 5 വർഷം ഈ പാർട്ടി അധികാരത്തിൽ വരും. മുമ്പ് എങ്ങനെയുണ്ട്? നന്നായിട്ട് അടിപൊളി. LDF ഭരിക്കും, അടുത്ത 5 വർഷം UDF ഭരിക്കും, അതിൻ്റെ അടുത്ത 5 വർഷം UDF ഭരിക്കും, അതിൻ്റെ അടുത്ത LDF. അങ്ങനെയാണല്ലോ കഴിഞ്ഞ തവണയാണല്ലോ ആ ടേണ് തെറ്റിച്ചുകൊണ്ട് തുടരെ 10 വർഷം പിണറായി സർക്കാർ ഭരിച്ചത്. അതുകൊണ്ട് ഈ പാർട്ടിക്ക് ചരമഗീതം നിങ്ങൾ തൽക്കാലം നിങ്ങൾ എഴുതണ്ട. ഈ പാർട്ടി പൂർവാധിക ശക്തിയായി ഈ പാർട്ടി കേരള മണ്ണിൽ ഈ പാർട്ടി താഴ്ച വളരുക തന്നെ ചെയ്യും. പ്രസംഗമല്ല, കാരണം എന്താണ്, ഈ കേരളം ഒരു ഇടതുപക്ഷ ചായ്വുള്ള മണ്ണാണ് സാർ. ഈ പണ്ട് മുതലേ ഈ കേരളത്തിൻ്റെ ഒരു ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഒരു മലയാളികൾക്ക് ഒരു ഇടതുപക്ഷ ചായ്വുണ്ട്. പിന്നെ വികസനം നോക്കിയിരുന്നുവെങ്കിൽ മൂന്നാമതും ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമായിരുന്നു. കാരണം നമുക്കറിയാം വർഗീയ സംഘർഷമില്ലാത്ത 10 വർഷമല്ലേ കഴിഞ്ഞു പോയത്. തിരുവനന്തപുരം മുതൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചർച്ച ഇതുവരെ അതൊന്നും പറയാത്തത്? ആന്റണി ഇവിടെ മുഖ്യമന്ത്രി കലാപം നടന്നിട്ടില്ലേ? എത്ര കലാപമാണ് നടന്നത്? ജനങ്ങൾ സാറേ പറഞ്ഞു 10 വർഷം. എന്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ. ആന്റണി വർഗീയ സംഘർഷം, ആറാടും 1ാം കലാപം 2ാം കലാപം നടന്നത്, ശാന്തിയിൽ വെടിവെപ്പ് നടന്നത്, അവിടെ മുത്തങ്ങ സംഭവം നടന്നത്, അതൊക്കെ നോക്കണം. വെടിവെപ്പൊക്കെ നടന്നത്. പക്ഷേ ഈ 10 വർഷം എവിടെയെങ്കിലും ഒരു വെടിവെപ്പ് നടന്നോ? എവിടെയെങ്കിലും അവർ 2 പേര് കൊല്ലപ്പെട്ടോ? അതാ നിന്റെ വിഷമം അല്ല. അതുപോലെ നമ്മുടെ ഈ തലസ്ഥാനത്ത് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ഇതാ നമ്മുടെ തലസ്ഥാനത്ത് വിഴിഞ്ഞത്ത് വരെയാണ്. ഇത് ആരാണ് ഈ ഫണ്ട് അനുവദിച്ചത്? ആരാണ് കൊണ്ടുവന്നത്? ഈ പിണറായി സർക്കാരിന്റെ ആർജവത്തിന്റെ ഫലമായിട്ടാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയത്. ശത്രുക്കൾ പോലെ സമ്മതിക്കുന്നതില്ലേ? പിന്നെന്താണ്, അദ്ദേഹം അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ. പിണറായിക്ക് അഭിനയിക്കാറ്. ഉമ്മൻചാണ്ടി സാറിന്റെ, ഉമ്മൻചാണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. പിന്നെ ഉമ്മൻചാണ്ടിയെ പോലെ എന്താണ്, ഓരോരുത്തർക്ക് അവരുടെ ശരീരഭാഷ കാണും, സ്വഭാവ രീതി കാണും. ഇദ്ദേഹം സാധാരണ ഒരു മനുഷ്യൻ ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. ഇപ്പൊ ഞാൻ ചില സമയത്ത് ഞാൻ ദേഷ്യപ്പെടാറുണ്ട്, ഞാൻ ചിലപ്പോൾ ചിരിക്കാറുണ്ട്, ചില സമയത്ത് ഞാൻ വിനയത്തോടുകൂടി ഞാൻ ചിലപ്പോൾ എനിക്ക് ചില അറിയാൻ എനിക്ക് അഹങ്കാരം വരും. അതെല്ലാവർക്കും അങ്ങനെയാണ്. അതുപോലെ ഇപ്പൊ ഉമ്മൻചാണ്ടിയെ പോലെ പിണറായി വരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി സംസ്കാരം വേറെ, ഉമ്മൻചാണ്ടിയുടെ വളർന്നു വന്ന സംസ്കാരം വേറെ. രണ്ട് ശൈലിയാണ്. ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ ഊളയാണ്. അത് മനസ്സിലായി. ഇപ്പോഴങ്ങനെ നോക്കുമ്പോൾ ഈ 10 വർഷം ഈ നമ്മളെന്താണ് വികസനങ്ങൾ നോക്കുക. വികസനത്തെ വെച്ച് നോക്കി കഴിഞ്ഞാൽ പിണറായി ഈ കേരള മണ്ണിൽ നടപ്പിലാക്കി എത്ര വികസനങ്ങൾ. ഞാൻ എന്റെ വികാരം പ്രകടിപ്പിച്ച വീട്ടിൽ പോയി പ്രകടിപ്പിച്ചാൽ മതി. പാതയ്ക്ക് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് പരാജയപ്പെട്ടു പോയാണ്. 40 വട്ടം നിങ്ങൾ പറഞ്ഞിട്ട് അവിടെയാണ് സ്ഥലം ദേശീയ പാത. ചെറുതായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. എത്ര വെല്ലുവിളി
സഖാക്കൾ തന്നെയാണ് CPM-നെതിരെ വോട്ട് ചെയ്തത്, LDF-നെതിരെ വോട്ട് ചെയ്തത്. സഖാക്കൾ തന്നെയാണ് അങ്ങനെ ചെയ്തത്. കാരണം പിണറായി വിജയൻ ഭരണത്തിൽ തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല, അത് പാർട്ടിക്ക് കോട്ടമാകുമെന്ന് അവർ വിചാരിച്ചു, അതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തത്. സഖാക്കൾ തന്നെയാണ് വോട്ട് ചെയ്ത് തോൽപ്പിച്ചത്. എന്നിട്ട് നിങ്ങൾ ഇനിയും ഈ കാര്യം, ഈ വികസനം നേടാൻ കാര്യമില്ല. ചേഞ്ച് വേണമത്രേ, മലയാളികൾക്ക് ഒരു ചേഞ്ച്, ഒരു മാറ്റം വേണമത്രേ. അതുകൊണ്ട് ഇയാൾക്ക് എന്താണ് വയ്യേ? ാണ് ഇപ്പൊ വകുപ്പിൽ ഇതുവരെ തീരുമാനമായില്ല. നന്നായി ഭരിക്കട്ടെ, 5 വർഷവും ഒരു കുഴപ്പമില്ല. ഞാനത് ആകെ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കാം, നന്നായി ഭരിക്കട്ടെ, സതീശൻ അവരുടെ പേരിൽ നന്നായി ഭരിക്കട്ടെ. ഈശ്വര, ഈ മനുഷ്യന്റെ എത്രത്തോളം മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല. കാരണം വകുപ്പിന്റെ പേരിൽ ലത്തീൻ സഭ, തുറമുഖം അല്ല, ഫിഷറീസ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ഇത് ചർച്ച. പിന്നെ അതുപോലെ മുസ്ലിം ലീഗിന്റെ അതുപോലെ ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറയുന്നതിന് മുമ്പ് അവനവന്റെ യോഗ്യത കൂടിയൊന്ന് നോക്കണം. ഞാൻ ശ്രീ പറഞ്ഞ കാര്യത്തോട് യോജിക്കുകയാണ്. അതായത് ഞങ്ങൾ CPM-ന്റെ ചരമഗീതം എഴുതുന്നില്ല. അദ്ദേഹം ഇത് യഥാർത്ഥത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനും ചരമഗീതം എഴുതി കഴിഞ്ഞു. അത് ജനങ്ങൾ കയ്യടിയോടെ സ്വീകരിച്ചു. എവിടെ കയ്യടിയോടെ സ്വീകരിച്ച്? അതുകൊണ്ട് ഞങ്ങൾ കയ്യടിയോടെ സ്വീകരിച്ച് 102 അതെ, മാത്രവുമല്ല ഒറ്റ സെക്കൻഡ് കരുണാകരൻ സാറിന്റെ സമയത്ത് ഈ നിങ്ങളെ UDF-ന് 11 12 സീറ്റ് ഓർമ്മ ഉണ്ടോ? ഏത് വർഷമായിരുന്നു അറിയാമോ? പിന്നീട് അദ്ദേഹം അടുത്ത തവണ 10-80 MLA-മായിട്ട് പിന്നീട് അധികാരം പിടിച്ചെടുത്ത ചരിത്രം അറിയാമോ? നിങ്ങൾ നസീർ 9, 10, 15 MLA കോൺഗ്രസ് ഇന്ന ഇല്ല എന്ന് വിധി എഴുതിയ പറഞ്ഞ സമയം ഉണ്ടായിരുന്നു. ദേശീയപാത മുടങ്ങിക്കിടന്ന് നോക്കണം. അല്ല, ദേശീയപാത 2013 പ്രവർത്തനം ആരംഭിച്ച ദേശീയപാത ഇപ്പോഴും നിങ്ങൾ ഒന്ന് കാസർഗോഡ് തിരുവനന്തപുരം വരെ വരിക, ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. മാത്രമല്ല ദേശീയപാത നാഷണൽ അതോറിറ്റിയുടേതാണ്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നതല്ല സർ, തീർച്ചയായിട്ടും അല്ല. അത് കേന്ദ്ര സർക്കാരിന്റേതാണ്. ഞാൻ ചോദിക്കട്ടെ, ആരാന്റെ ഗർഭത്തിന് അവകാശവാദം? നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന നിങ്ങൾ ഉണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ 10 വർഷം ഈ കേരളത്തിൽ എന്താണ് കൊണ്ടുവന്നത്? ഒന്ന് പറ. ഞങ്ങൾ 5 പറഞ്ഞു. ഒന്ന് പറയട്ടെ. ആരാന്റെ ഗർഭത്തിന് അവകാശവാദം ഉന്നയിക്കല്ലേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പ്രിയപ്പെട്ട നസീർ, ഒന്ന് പറ. ഞങ്ങൾ പിണറായി വിജയന്റെ സർക്കാർ 10 വർഷം കൊണ്ട് ഈ കൊണ്ടുവന്ന പദ്ധതി ഇതാ. കേൾക്കാൻ താല്പര്യം. താങ്കൾ ഇടപെടരുത്. ഇല്ല. ഈ 10 വർഷം ആരായിരുന്നു മുഖ്യമന്ത്രി സാർ? ഈ എന്താ പിണറായി വിജയൻ തുറമുഖം എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്? 1ാം ഉദ്ഘാടനം 2ാം ഉദ്ഘാടനം എപ്പോഴാണ് ചെയ്തത്? നിങ്ങള് മറുപടി പറയട്ടെ. 2ാം ഘട്ട ഉദ്ഘാടനം 3 മാസം മുമ്പാണ് കഴിഞ്ഞത്. 2ാം ഘട്ട ഉദ്ഘാടനം നിങ്ങൾ ചോദിച്ചു. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അല്ല ഉമ്മൻചാണ്ടി അല്ല. ആ പിണറായി വിജയൻ മനസ്സിലായില്ലേ? നമുക്ക് പറ്റും. സർക്കാരിന്റെ ഓരോ നയങ്ങളും ഓരോ നിലപാടുകളും അത് എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിക്കാൻ പറ്റും. അവിടെ പിണറായി വിജയൻ നിസ്സാരക്കാരനെ ഒരാളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ലല്ലോ. അദ്ദേഹം എണ്ണി കാര്യങ്ങൾ അവതരിപ്പിക്കും. അത് സമർത്ഥനാണ് അദ്ദേഹം. ശ്രീ പണിക്കർ. ശ്രീ മഞ്ജുഷ്, അത് ശരിയാണ്. അദ്ദേഹത്തിന് അതൊക്കെ അവതരിപ്പിക്കാം. അദ്ദേഹത്തിന് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. എല്ലാത്തിലും ഒരു ഹോൾഡ് ഉണ്ട്. 10 വർഷമായിട്ട് ഏതാണ്ട് എല്ലാ വകുപ്പുകളിലും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓൺ എ ഡെയിലി ബേസിസ് അറിഞ്ഞുകൊണ്ടിരുന്നയാളാണ്. വളർത്തി കൊല്ലാനെന്ന് കൊളക്കോഴി അറിയുന്നില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മകളുടെ കാര്യത്തിലാണെങ്കിലും അതിലിപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിനുള്ള ഒരു ശുപാർശയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണം എന്തെങ്കിലും ഈ കരിമണൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരുടെ നെഞ്ചത്തേക്ക് കയറിയ സംഭവം, അതിലെ പുനരന്വേഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നയപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു എതിരഭിപ്രായം അദ്ദേഹം പറയാനായിട്ട് നിന്നു കഴിഞ്ഞാൽ അവിടെ എഴുതപ്പെടുന്നത് വീണ്ടും CPM-ന്റെ ചരമഗീതമായിരിക്കും. ശ്രീ വെമ്പായം നസീർ പറഞ്ഞതുപോലെ അത് നമ്മളാരും എഴുതേണ്ടുന്ന കാര്യമില്ല. ഒന്നാമത് നാട്ടുകാർ എഴുതി കഴിഞ്ഞു. ഇനി ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകുന്ന സമയത്ത് സഭയിലുള്ള കോൺഗ്രസ്സുകാർ തന്നെ ഇതിന്റെ ബാക്കി എന്തെങ്കിലും പൂരിപ്പിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എഴുതാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അപ്പൊ ഇതൊരു ഗോൺ കേസാണ് ശ്രീ നസീർ. അത് താങ്കൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ താങ്കൾ ഇനിയും പിണറായിയെ പ്രശംസിക്കുന്ന ഭക്തിഗാനം എഴുതിക്കൊണ്ട് വന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല.
കാരണം CPM-ന്റെ ആൾക്കാർക്ക് തന്നെ അതിൽ തിരിച്ചറിവുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് തന്നെ 5 കൊല്ലം കൂടുമ്പോൾ മാറി മാറി വരും, അതുകൊണ്ട് ഇനിയാണെങ്കിൽ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ വരുമെന്നാണ്. പക്ഷെ താങ്കളവിടെ മിസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ G. സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. BJP കാര്യമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇത്തവണ BJP ഉണ്ട്, 3 MLA-മാരുണ്ട്, അവർ വളരുന്നുണ്ട്. അവരിത്തവണ ജയിച്ചിരിക്കുന്ന 3 അവർ പിടിച്ചെടുത്തിരിക്കുന്നത് CPM-ന്റെ സീറ്റുകളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ് എന്ന് മറക്കരുത്. അപ്പോൾ അടുത്ത തവണ ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടുതൽ പരുങ്ങലിലാവാൻ CPM-നുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരമഗീതത്തിന്റെ ബാക്കി സ്റ്റാൻസുകളൊക്കെ അതിന്റെ ചരണം വരെയുള്ള കാര്യങ്ങൾ ആൾക്കാർ എഴുതി തീർക്കുകയാണ്. എവിടെ നിന്നൊക്കെ കളിയില്ലാതായോ? പിന്നെ താങ്കൾ അത് തന്നെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ വർഗീയ സംഘർഷം കഴിഞ്ഞ 10 വർഷത്തിൽ ഉണ്ടായിട്ടില്ല എന്ന്. ശരിയാണ്. പക്ഷേ ഈ വർഗീയ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി നേതൃത്വം എടുത്ത് RSSന്റെ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യാൻ പോയ ആളിന്റെ പേരെന്താണ്? ശ്രീ നസീറിന് ഓർമ്മയുണ്ടോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരൊന്ന് പറയാമോ? ആരാണ് വർഗീയ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ചർച്ചയിൽ ഇരുന്നത് എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? പറയാൻ കഴിയുമോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. പിന്നെ CPM-ന് ഉണ്ടായിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വരുമ്പോൾ വീണ്ടും ശ്രീ പിണറായി വിജയൻ തന്നെ പ്രതിസന്ധിയിലാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഒരു അഴിമതിയോ ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് ചർച്ചയായിട്ട് വരും. ഏതെങ്കിലും തരത്തിൽ സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ MP ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് തളിപ്പറമ്പിൽ സീറ്റ് കിട്ടിയത് സ്വജനപക്ഷപാതമാണെന്ന് സംഭവിച്ചു എന്നതിനെ കുറിച്ച് പാർട്ടി അംഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതല്ല എങ്കിൽ സാധാരണ പാർട്ടിക്ക് എതിരെ നിൽക്കുന്ന ഒരാൾ, അതായത് കോൺഗ്രസിൽ നിന്നുള്ള ഒരാൾ വേണമെങ്കിൽ ജയിക്കാം, പക്ഷെ പാർട്ടി വിമതരായിട്ടുള്ള ആൾക്കാർ പാർട്ടിയുടെ കൊത്തളങ്ങളിൽ ജയിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ. നിങ്ങളത് വായിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഉദ്ദേശം CPM-ന് ഇല്ല, വെറുതെ അല്ല ഒന്നാമത്തത്. അങ്ങനെ ജനങ്ങളുടെ നിരാശം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് പ്രതിപക്ഷമായിട്ട് ധർമ്മം നിറവേറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സഭയിൽ വന്നിരുന്നു കഴിഞ്ഞാലോ അതിന് എത്ര സ്വീകാര്യതയാ കിട്ടുക? അതാ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. എത്രത്തോളം കോടി, ഒരു ചുരുങ്ങിയത് ഒരു 65 കോടി രൂപയെങ്കിലും ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരാവശ്യമില്ലാതെ ഒരു വെള്ളാനയുടെ പേരിൽ സർക്കാർ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഇത്ര ബൃഹത്തായിട്ടുള്ള പദ്ധതി? അതിന്റെ ഒറിജിനൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ 65,000 കോടിയാണ്. അങ്ങനെയുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നാളെ ഒരു അന്വേഷണം നടത്താനായിട്ട് ഈ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പിണറായി വിജയൻ എങ്ങനെ അതിനെ ന്യായീകരിക്കും? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി അതേപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇനി ഉണ്ടാകണം എന്നുള്ളത് പുതുതായിട്ട് വന്നിരിക്കുന്ന സർക്കാരിന്റെ കൂടി താല്പര്യമായിരിക്കുമല്ലോ. കാരണം അതിനെ ഈ നിലവിൽ പോയിരുന്ന അന്വേഷണത്തിനെ ഉൾപ്പെടെ അവർ എതിർത്തിരുന്നതാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് അതിന്റെ നെടുനായകത്വം വഹിച്ചിരുന്ന പിണറായി വിജയൻ തന്നെ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന സമയത്ത് എത്രത്തോളം സമ്മർദ്ദത്തിലാകുമെന്ന് ആലോചിച്ച് നോക്കൂ. അടുത്തങ്ങളും വരുമ്പോൾ ഇപ്പൊ തന്നെ പുനരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ആ തലതല്ലി പൊളിക്കുന്ന പദ്ധതി, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി ഈ ചർച്ച വരുന്ന സമയത്ത് CPM-ന് ഒരു വോയിസ് പോലും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ വികസനം നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? താങ്കൾ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ജനങ്ങളെയാണ്. വികസനം നോക്കാതെ ആൾക്കാർ വോട്ട് ചെയ്തു എന്ന്. അങ്ങനെയല്ല. ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? നമ്മുടെ പബ്ലിക് എക്സ്ചക്കറിലുള്ള പണം അനാവശ്യമായിട്ട് ആരെങ്കിലും ധൂർത്തടിക്കുന്നുണ്ടോ? ഇവിടെ യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കാതെ ആരെങ്കിലും ഭരിക്കുന്നുണ്ടോ? എല്ലാവരുടെയും താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അതില്ലെന്നല്ലേ നമ്മൾ കണ്ടത്. 100% ഞാൻ യോജിക്കുന്നു. നാടകങ്ങളായിരുന്നു കാണിച്ചിരുന്നത് അല്ലേ? ഈ കരിങ്കൊടി പിന്നെ വീശിക്കഴിഞ്ഞാൽ ഉടനെ അത് വധശ്രമമാകുന്നു. വിമാനത്തിൽ വെച്ചിട്ട് പ്രതിഷേധം എന്നിട്ട് ശബ്ദം പോലും പുറത്തു വരാത്ത 2 യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ വധശ്രമമായി മാറുന്നു. ഞാൻ പറഞ്ഞ ഈ രീതിയിലേക്ക് നിങ്ങൾ അധികാരം ദുർവിനിയോഗം ചെയ്തതുകൊണ്ടല്ലേ നിങ്ങളിപ്പോ 35 ഇതുപോലൊരു നാറിയ ഭരണം. നസീർ, അതിന് ആത്മപരിശോധനയാണ് വേണ്ടത്. CPM അങ്ങനെ ഒരു ആത്മപരിശോധന നടത്തിയിട്ടില്ല ഇപ്പോഴും. ഇവിടെ CPM പരിശോധിക്കുന്നുണ്ട്. പരാജയം എന്തുകൊണ്ടാണ് പരാജയം സംഭവിച്ചു? എന്തുകൊണ്ട് തോറ്റു? എന്തുകൊണ്ട് നമ്മൾ തോറ്റു? എന്തുകൊണ്ട് നമ്മൾ തോറ്റു? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഇപ്പം ജനങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ അല്ലെങ്കിൽ LDF സർക്കാരിന് എന്ത് തെറ്റുപറ്റോ അതുകൊണ്ട് ചെറിയ ശിക്ഷ കൊടുത്തതാണ്. ചെറിയ ഒരു ശിക്ഷ. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന 10 വർഷം ഈ കേരളത്തെ നയിച്ചൊരു വ്യക്തിയാണ്.
ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന എൻ്റെ സംസാരത്തിൽ ഞാൻ ഇടയ്ക്കൊരു ഒരു പ്രയോഗം പറഞ്ഞത് നിങ്ങൾക്കൊന്ന്, മലയാളികൾക്കൊരു ചേഞ്ച് വേണം. മലയാളികൾക്കൊരു ചേഞ്ച് വേണം. കാര്യം നമ്മളിവിടെ പാലഭിഷേകം ഒഴുകിയാലും തേനാഭിഷേകം നടത്തിയാലും മലയാളികൾ ഒന്ന് ടീച്ചറൊരു ചേഞ്ച് ആവാം, ഒന്ന് ചേഞ്ച് ആവാം എന്ന് അവർ നോക്കിയതാണ്. അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ടോ അതന്നെ പിണറായിയുടെ പിന്നെ അദ്ദേഹം അതാണ് അഭിനയിക്കാൻ അദ്ദേഹം ഒരു പച്ചയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ജനങ്ങൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത്, അല്ലാതെ മറ്റു കാരണങ്ങളൊന്നുമില്ല. മറിച്ച് കേവലം ഒരു ചേഞ്ച് വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ശരിയാണ്. കാരണം അധികാര ദുർവിനിയോഗത്തിൽ നിന്ന് ഒരു ചേഞ്ച് വേണം എന്നവർ വിചാരിച്ചു. ധൂർത്തിൽ നിന്നും ധാർഷ്ട്യത്തിൽ നിന്നും ഒരു ചെറിയ ചേഞ്ച് വേണമെന്ന് അവർ വിചാരിച്ചു. മനുഷ്യരോടും ഐക്യസെറ്റിനോട് വരെ അനാവശ്യമായിട്ട് ദേഷ്യം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് വേണമെന്ന് അവർ ആഗ്രഹിച്ചു. നവകേരള സദസ്സ് പോലെ ആഭാസ കോമാളിത്തരങ്ങൾ നടക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചു. നമുക്ക് വളരെ വിഷമമാണ്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് അനാവശ്യ നടപടികൾ എടുക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പല കാര്യങ്ങളിൽ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടല്ലേ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ താങ്കൾ പറയുന്നത് പോലെ കേവലം നമ്മൾ കുറെ നാളായല്ലോ, 10 വർഷമായല്ലോ ഇവർ ഭരിക്കുന്നത്, എന്നാ പിന്നെ നമുക്കൊരു രസത്തിന് വേണ്ടി ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എന്ന് പറയുന്ന പരസ്യവാചകം പോലെ ആൾക്കാർ വോട്ട് ചെയ്തതല്ല. അങ്ങനെ തീരുമാനിക്കാനായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളെല്ലാം കൂടി സൂം മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചതാണോ ഇത്തവണ നമുക്ക് മറ്റു കാരണങ്ങളൊന്നും ഇല്ല എങ്കിലും വെറുതെ ചേഞ്ചിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാമെന്ന്? അല്ല. എന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിടക്കുന്ന എല്ലാ ജനങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന ഒരൊറ്റ വികാരമുണ്ട്. ആ വികാരമാണ് ആ ചേഞ്ചിന് കാരണം. ചേഞ്ച് പൂർണ്ണമായിട്ടില്ല. ആ ചേഞ്ച് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാകാതെ ആരെയാണോ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചത് ആ ആൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിലേക്ക് കൂടുമാറിയെന്നേ ഉള്ളൂ. ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ. ഇത് ഒന്നും തന്നെ എനിക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും തന്നെ ഞാൻ വിട്ടുതരാൻ തയ്യാറല്ല എന്ന്. ഭാവിയും പുരോഗതിയുമാണ് ഇത്രയും പ്രായമുള്ള പിണറായി വിജയൻ എന്തുകൊണ്ട് ഒരു തലമുറ മാറ്റം ഉദ്ദേശിക്കുന്നില്ല? പ്രിവിലേജ് ഉണ്ടല്ലോ ഈ പ്രതിപക്ഷ ഈ ശ്രീജി, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാള് ശ്രീജി സാർ. സാറിനെ പോലെ ഒരാൾ ഇങ്ങനെ അബദ്ധം പറയരുത്. ഞാൻ അനുഭവിച്ച ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനത്ത് വന്നിട്ട് പ്രത്യേക ഒരു സുഖ സൗകര്യം. പിണറായി വിജയന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണോ നോക്കേണ്ടത്? പിണറായി വിജയന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. പാർട്ടി നിലനിന്ന് പോവുക എന്നുള്ള അതിന്റെ തുടർച്ചയാണ്. എങ്കിൽ പാർട്ടിക്ക് ഗുണം എന്താണ്? 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഇത്തവണ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്ന ഒരു നേതാവിനെ വെക്കണോ, അതോ പാർട്ടിക്ക് അലകും പിടിയും പുതുതായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു തലമുറ മാറ്റം വേണോ? അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. റിജക്ട് ചെയ്തിരിക്കുന്ന അതേ ആശയവും അതേ നേതാവും തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ടല്ല പിന്നോട്ട് തന്നെ നടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? പോക്കാണെങ്കിൽ നീ കൊണം പിടിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അത് പറയുന്ന സമയത്ത് അത് എന്തുകൊണ്ട് വിവരക്കേടാകും? അതെങ്ങനെയാണ് ശരിയായിട്ടുള്ള ലോജിക്കലല്ലാത്ത ഒരു തീരുമാനമായിട്ട് മാറുന്നത്? എങ്ങനെയാണ്? നമ്മളോട് നിങ്ങൾ ഇടതുപക്ഷത്തിന് CPM ചരമീകരണം എഴുതണ്ട, അത് ഞങ്ങൾ എഴുതിക്കോളാം. പിണറായി വിജയനും MP എഴുതിയിട്ടുണ്ട്. അതാണ് എന്റെ ശരിയായ സംഗതി. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.